ജപ്പാനിലെ ജംഗിളിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യ ലാബ്. ലോകം അറിഞ്ഞിട്ടില്ലാത്ത ഭയാനക പരീക്ഷണങ്ങളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്വേഷിക്കുന്നത് അതേ കഥയാണ്. അവസാനം വരെ കാണൂ, കാരണം സത്യം ഒരിക്കലും എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല. ജപ്പാനിലെ വടക്കൻ ഭാഗത്ത് പർവ്വതങ്ങളും മഞ്ഞും ചേർന്ന് നിൽക്കുന്ന പച്ചപ്പുള്ള ഒരു കാടുണ്ട്. അത് സാധാരണ കാട് അല്ലെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയാകുമ്പോൾ ആകാശത്ത് നീല വെളിച്ചം തിളങ്ങും. ഭൂമിയുടെ അടിയിൽ നിന്ന് യന്ത്രത്തിന്റെ ശബ്ദം പോലെ വിചിത്രമായ ഹമ്മിങ് കേൾക്കാം. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് ആരും അറിയുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഒരേ വിശ്വാസം, ആ കാടിനുള്ളിൽ എന്തോ രഹസ്യം മറഞ്ഞിരിക്കുന്നു. ഈ കഥയുടെ തുടക്കം രണ്ടാം ലോകമഹായുദ്ധകാലത്ത്. അന്ന് ജപ്പാനിൽ യൂണിറ്റ് 731 എന്നൊരു ഭീകര ഗവേഷണ സംഘം ഉണ്ടായിരുന്നു. മനുഷ്യരിൽ പരീക്ഷണങ്ങൾ നടത്തി രാസായുധങ്ങൾ സൃഷ്ടിച്ചു വൈറസുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവർ സൃഷ്ടിച്ചത് ശാസ്ത്രം അല്ല, ഭയമാണ്. യുദ്ധം അവസാനിച്ചതിന് ശേഷം ആ സംഘത്തിലെ ചില ശാസ്ത്രജ്ഞർ അപ്രത്യക്ഷരായി. വർഷങ്ങൾക്കുശേഷം പഴയ രേഖകളിൽ ഒരു പ്രോജക്റ്റിന്റെ പേര് പ്രത്യക്ഷപ്പെട്ടു. പ്രോജക്റ്റ് മുറ. അതാണ് ഇപ്പോൾ ആ ജംഗിളിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ലാബ് എന്ന് കരുതുന്നത്. പുറത്തു നോക്കുമ്പോൾ അത് വെറും പഴയ ബങ്കറ് പോലെ തോന്നും. പക്ഷേ അകത്ത് കടന്നവർ പറയുന്നത് അതൊരു ഭാവി ലോകം പോലെയാണത്രേ. ചുവന്നയും നീലയുമായ തിളങ്ങുന്ന വെളിച്ചങ്ങൾ, മനസ്സിലാക്കാനാകാത്ത യന്ത്രങ്ങൾ, മനുഷ്യന്റെ രൂപത്തിലുള്ള മെറ്റൽ ശരീരങ്ങൾ. ഒരു തവണ ചില ഡ്രോൺ എക്സ്പ്ലോറർമാർ ആ കാട്ടിലേക്ക് പോയി. അവർ ചിത്രീകരണം നടത്തി. അവരുടെ ക്യാമറയിൽ പകർത്തിയതിൽ കണ്ടത് ഒരു വലിയ ഇരുമ്പ് ഗേറ്റ്. അതിൽ എഴുതിയിരുന്നത് മുറ 731. അത് പുറത്തുവന്നതിന്റെ അടുത്ത ദിവസം തന്നെ ആ ടീമിലെ എല്ലാവരും കാണാതായി. അവരുടെ അക്കൗണ്ടുകളും വീഡിയോകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ആ സ്ഥലത്തേക്ക് പിന്നെ ആരും പോയില്ല. പക്ഷേ കാട്ടിനടുത്തുള്ളവർ പറയുന്നു, ഭൂമിയുടെ അടിയിൽ നിന്ന് ഇപ്പോഴും ശബ്ദം കേൾക്കുന്നു, ഒരു തരത്തിലുള്ള യന്ത്രഹൃദയത്തിന്റെ താളം പോലെ. ചിലർ വിശ്വസിക്കുന്നത് ആ ലാബ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. മനുഷ്യരെ ആവശ്യമില്ലാത്ത സ്വയം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രബുദ്ധി അതിനുള്ളിൽ ഉണർന്നിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. ചില രഹസ്യ രേഖകളിൽ പറയുന്നത് അവിടെ ജനിതക പരീക്ഷണങ്ങൾ നടന്നു. മനുഷ്യനും യന്ത്രവും ചേർന്ന് പുതിയ ജീവികൾ സൃഷ്ടിക്കാൻ ശ്രമം നടന്നു. മറ്റു ചിലർ പറയുന്നു അവിടെ അന്യഗ്രഹ സാങ്കേതികവിദ്യ പഠിച്ചതായി. ഈ പ്രദേശം ഇപ്പോൾ ഒരു നിയന്ത്രിത സൈനിക മേഖല ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാപ്സിൽ പോലും ആ ഭാഗം മങ്ങിയതായി കാണാം. സാധാരണ സ്ഥലമായിരുന്നെങ്കിൽ എന്തിന് അത്ര രഹസ്യം? അതാണല്ലോ ചോദ്യം. ചില പഴയ ഫോട്ടോകൾ ലഭിച്ചിട്ടുണ്ട്. അവയിൽ കണ്ടത് വലിയ ഗ്ലാസ് കുപ്പികളിൽ സൂക്ഷിച്ചിരുന്ന ജീവാവശിഷ്ടങ്ങൾ, മനുഷ്യന്റെ രൂപവും യന്ത്രത്തിന്റെ ഘടനയും ചേർന്ന ശരീരങ്ങൾ. അത് കണ്ടവർ പറയുന്നു ഇത് ശാസ്ത്രത്തിന്റെ പരിധി കടന്ന പരീക്ഷണങ്ങളാണ്. ഇന്നും ആ കാട് നിശബ്ദമാണ്. പക്ഷേ രാത്രിയാകുമ്പോൾ കാട്ടിനുള്ളിൽ നിന്ന് വരുന്ന ആ ശബ്ദം ഇപ്പോഴും കേൾക്കാം. ആ ശബ്ദം കേട്ട് നാട്ടുകാർ വിറക്കുന്നു. കാരണം ഒരിക്കൽ അകത്തു പോയവർ മടങ്ങിയെത്തിയിട്ടില്ലെന്ന് പറയപ്പെടുന്നു. ജപ്പാന്റെ ജംഗിളിനുള്ളിലെ ആ ലാബ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? അവിടെ എന്താണ് നടക്കുന്നത്? മനുഷ്യന്റെ ഭാവിയോ, നാശത്തിന്റെ തുടക്കമോ? ഇത് യാഥാർത്ഥ്യമോ, വമ്പൻ ഗൂഢാലോചനയോ? സത്യം ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിന് ഏറ്റവും വലിയ പ്രചോദനം.